ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലുള്ള ഒരു പ്രധാന ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ 3 മണിക്ക് പുറപ്പെടണമെന്ന് കരുതിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം 3:30 ആയിട്ടുണ്ടായിരുന്നു. എങ്ങോട്ടാണ് യാത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പെരളശ്ശേരി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. സുബ്രഹ്മണ്യനാണ് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ആ ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. വെളുപ്പിനെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഈ യാത്ര പുറപ്പെടുന്നത്, കൂടെ ഞങ്ങളുടെ ടീ ഗ്രൂപ്പിലെ മെമ്പേഴ്സും ഉണ്ട്. അപ്പോൾ ടീ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാൻ തോന്നും. അപ്പോൾ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ചായ കുടിക്കാൻ തോന്നിയാൽ അപ്പോൾ ഒരാൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും, ഞങ്ങളപ്പോൾ തന്നെ എല്ലാവരും റെഡിയായി ചായ കുടിക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾ മാഹി വഴിയാണ് പോയത്. തിരിച്ചു വരുമ്പോൾ മാഹിയിൽ നിന്ന് എന്തോ കാര്യമായിട്ട് വാങ്ങിക്കാനുണ്ടെന്ന് ഏട്ടൻ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ നമ്മൾ പെരളശ്ശേരി അമ്പലത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രേതായുഗം മുതൽ പഴക്കമുള്ളതാണ് ഈ ഒരു ക്ഷേത്രം എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് ഈ പേര് വന്നതെന്ന് പറയപ്പെടുന്നത്, ശ്രീരാമൻ തൻ്റെ പെരുവാല എന്ന് പറയുന്ന രാജകീയമായ വള ഈ ക്ഷേത്രത്തിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പെരുവാല സമർപ്പിച്ചതുകൊണ്ടാണ് പെരളശ്ശേരി എന്ന പേര് വന്നതെന്നാണ് ഇവിടുത്തുകാരുടെ ഒരു വിശ്വാസം. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഈ കുളമാണ്. വളരെ ജിയോമെട്രിക്കലായി നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രക്കുളമാണിത്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു പ്രധാന ഒരു സിനിമയാണ് കാലാകാനി. ആ സിനിമയിലെ ഒരു പാട്ടുരംഗത്തിലുള്ള ഒരു കുളമാണത്. അപ്പോൾ ഞാൻ പ്രധാനമായും ആ കുളം കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നത്. പിന്നെ ഇവിടുത്തെ പ്രധാന ഒരു പേര് കേട്ടത് എന്താണെന്ന് വെച്ചാൽ നാഗാരാധനയാണ് ഇവിടുത്തെ പ്രധാന ഒരു ചടങ്ങായി കരുതപ്പെടുന്നത്. ഇവിടെ നാഗാരാധനയ്ക്ക് വേണ്ടി ഇവർ വഴിപാടായി നൽകുന്നത് കോഴിമുട്ടയാണ്. ഇവിടെയാണ് നാഗാരാധന നടത്തുന്നത്. അപ്പോൾ കോഴിമുട്ടയും പാലും പിന്നെ മഞ്ഞ അരിയുമൊക്കെയാണ് ഇവിടെ വഴിപാടായി ആളുകൾ സമർപ്പിക്കുന്നത്. ഇനി ഇവിടുത്തെ ഉള്ളിൽ കയറി എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ക്യാമറ ഒന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തുള്ള അത് മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഉത്സവം നടക്കുന്നത് ഡിസംബർ മാസത്തിലാണ്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ രീതികളൊന്നും ഞങ്ങൾക്ക് ഒരു പരിചയവും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലം വെക്കുന്നതൊക്കെ മറ്റുള്ളവർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ വലം വെച്ചിരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഈ കുളത്തിലിറങ്ങി കാല് കഴുകിയിട്ട് വേണം പ്രവേശിക്കണം എന്നുള്ളതാണ് രീതി. പക്ഷെ ഞങ്ങൾ പോയപ്പോഴും കുളത്തിലിറങ്ങിയിരുന്നു. തിരിച്ചു വന്നപ്പോഴും കൂടെ കുട്ടികളുണ്ടായതുകൊണ്ട് അവർക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ പിന്നെയും കുളത്തിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്രയധികം മീനുകളുണ്ട്. ആ മീനുകൾക്കൊന്നും യാതൊരു പേടിയുമില്ല. നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴേക്കും അവരെല്ലാം നമ്മുടെ അടുത്തേക്ക് വരും. ശരിക്കും പറഞ്ഞാൽ ആ കുളത്തിൽ കാല് വെച്ച് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ ഫിഷ് സ്പാ ചെയ്യുന്ന ഒരവസ്ഥയാണ്. എല്ലാവരും ഫിഷ് സ്പാ ചെയ്യാൻ നിന്നുകൊണ്ട് തന്നെ കുറച്ചധികം സമയം ഞങ്ങൾക്ക് അവിടെ ചിലവായിട്ടോ. ഇതിനുശേഷം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്തു. അടുത്തതായി ഞങ്ങൾ പോകുന്നത് ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. മുഴക്കുന്ന് എന്ന പുരാതനമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് പറയപ്പെടുന്നു. ആക്ച്വലി ഇതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദേവലോകത്ത് നിന്ന് മിഴാവ് എന്ന വാദ്യരൂപത്തിൽ ദേവി സ്വയംഭൂവായി ഉയർന്നു വന്നു എന്നാണ്. ഈ ചൈതന്യത്തെ ആവാഹിച്ച് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. ഇത് മാത്രമല്ല, മറ്റൊരു ഐതിഹ്യം കൂടി ഇവിടെയുണ്ട്. അതായത് ദേവിയുടെ നാദം മുഴങ്ങിയ കുന്ന് എന്ന പേരിൽ നിന്ന്, അതായത് മുഴങ്ങിയ കുന്ന് എന്നുള്ള ആ വാക്കുകൾ ലോപിച്ചാണ് മുഴക്കുന്ന് എന്ന പേര് കിട്ടിയതും എന്ന് ഇവിടുത്തെക്കാരുടെ ഒരു വിശ്വാസമുണ്ട്. ഇവിടുത്തെ പ്രധാനമായ വഴിപാടെന്ന് പറയുന്നത് നെയ്വിളക്കാണ്. അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും എല്ലാം വിശ്വാസം എന്ന് പറയുന്നത് നെയ്വിളക്ക് തെളിയിച്ച് നമ്മൾ എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും അത് ദേവി നമുക്ക് സാധിച്ചു തരുമെന്നാണ്. കുറേ പേര് അവരുടെ അനുഭവങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രാർത്ഥിച്ച് വീട്ടിലെത്തുന്നതിന് ക്ഷേത്രകുളത്തിൽ ഒരു കഥകളിയുടെ രൂപമുള്ള പല അനുഭവങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കഥകളിയുടെ ഉദ്ഭവവുമായി ബന്ധമുള്ള ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രം. അപ്പോൾ എന്താണ്
ബന്ധമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോട്ടയം തമ്പുരാൻ കഥകളിയിലെ സ്ത്രീവേഷം എങ്ങനെ ചിട്ടപ്പെടുത്തണം എന്ന ഒരു ആശയക്കുഴപ്പത്തിൽ കുളക്കടവിലിരിക്കുന്ന സമയത്താണ് നമ്മുടെ ദേവി കഥകളിയിലെ സ്ത്രീവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് ചരിത്രം. നവീകരണത്തിൻ്റെ ഭാഗമായി നൃത്ത സംഗീത പരിപാടികൾക്ക് വേണ്ടി നിർമ്മിച്ച ഓഡിറ്റോറിയമാണ് കോട്ടയം തമ്പുരാൻ ഓഡിറ്റോറിയമാണ് ഈ കാണുന്നത്. ഞങ്ങൾ തൊഴുത് കഴിഞ്ഞിറങ്ങിയപ്പോൾ സമയം 11 മണിയായിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂർ കൂടെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. കാരണം ഉച്ചയ്ക്ക് 11:30 മുതൽ അവിടെ അന്നദാനമുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഉച്ചയ്ക്കും രാത്രിയും അന്നദാനമുണ്ട്. പക്ഷേ അന്നദാനത്തിന് നമ്മൾ ടോക്കൺ നേരത്തെ എടുത്തു വെക്കണം. വിളിച്ചാൽ വിളി കേൾക്കുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പനെ ദർശിക്കാനാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഇങ്ങനൊരു യാത്ര. മുത്തപ്പനെ കാണണമെന്നുള്ളത് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് മുത്തപ്പനെ കാണാനായിട്ട് ഞാൻ പോകുന്നത്. മുത്തപ്പന് അവിടെ എത്തുന്ന എല്ലാവരും അതിഥികളാണ്. അതും ജാതി ഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരാളാണ് നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ. അവിടെ എത്തുന്ന ഓരോ ഭക്തജനങ്ങളുടെ മനസ്സും വയറും നിറയ്ക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. വിശക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചതാണ് ഈ റംബൂട്ടാനെല്ലാം. എനിക്ക് വിശന്നപ്പോൾ ഞാനത് ഓരോന്നായിട്ട് എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടു. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. വളപട്ടണം പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. ഉച്ച തിരിഞ്ഞാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ അധികം തിരക്ക് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ആക്ച്വലി നല്ല തിരക്കുണ്ടായിരുന്നു. പാർക്കിങ്ങിനൊക്കെ നന്നായി ബുദ്ധിമുട്ടി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് കാർ പാർക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരുപാട് കച്ചവടങ്ങൾ ഉള്ളത് കാരണം എനിക്ക് മോളെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഈ അറ്റം മുതൽ ആ അറ്റം വരെ അവൾ ഓരോ ഐറ്റംസും വേണമെന്ന് പറഞ്ഞ് ലിസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വേണ്ട, തിരിച്ചു പോരുമ്പോൾ മേടിച്ച് തരണം എന്നാണ് അവളുടെ കണ്ടീഷൻ. അങ്ങനെ നമ്മുടെ മുത്തപ്പൻ്റെ അടുത്തെത്തി. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ശക്തി അറിഞ്ഞിട്ടുള്ളവരാരും തന്നെ മുത്തപ്പനെ പ്രാർത്ഥിക്കാതിരിക്കില്ല കേട്ടോ. അങ്ങനെ വളപട്ടണം പുഴയിൽ കാല് കഴുകി നമ്മൾ മുത്തപ്പനെ കാണാനായിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുകയാണ്. വെള്ളത്തിൽ ഒരുപാട് നേരം കളിക്കാൻ സമ്മതിക്കാത്തതിൻ്റെയാണ് കേട്ടോ തേനുട്ടിയുടെ മുഖം ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് ഇത്രയും തിരക്ക് ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് 6:30 മുതൽ വെള്ളാട്ട് തുടങ്ങും. അപ്പോൾ ആ വെള്ളാട്ട് കാണാനായിട്ടാണ് ഈ ഭക്തജന തിരക്ക് മുഴുവൻ. പിന്നെ ക്ഷേത്രത്തിനകത്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും അവർ സമ്മതിക്കില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി എന്ന് പറയുന്നത് ശ്രീ മുത്തപ്പനാണ്. പക്ഷേ ഇവിടെ മുത്തപ്പൻ വേട്ടക്കാരൻ്റെ രൂപത്തിലുള്ള, അതായത് സാധാരണ ക്ഷേത്ര സങ്കല്പങ്ങളിൽ നിന്നും ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ നമ്മൾ മുത്തപ്പനെ ആരാധിക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നടക്കുന്ന മുത്തപ്പൻ തെയ്യമാണ്. അതായത് ഭക്തർക്ക് നേരിട്ട് അനുഗ്രഹം നൽകുന്ന ഈ തെയ്യം കാണാനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള തീപ്പൊരിക്ക് തുലാഭാരം ഇവിടെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അടങ്ങി ഒതുങ്ങിയിരുന്നു. ഇവിടെ ക്ഷേത്രത്തിൽ വരുന്നവരുടെ മനസ്സും വയറും ഒരുപോലെ നിറയുമെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ പയറും തേങ്ങാക്കൊത്തും ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. തൊഴുതിറങ്ങിയതിന് ശേഷം മോൾക്ക് വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ ഇത്. വാങ്ങിക്കുന്നത് അവൾക്കാണെങ്കിലും ഉപയോഗിക്കാൻ തോന്നുന്നത് എനിക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ പോകാൻ തീരുമാനിച്ചത് നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവിലേക്കാണ്. കുറച്ച് നേരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കറങ്ങി നടക്കാമെന്ന് കരുതി. മാഹിയിൽ പെട്രോളിന് റേറ്റ് കുറവായതുകൊണ്ട് അവിടെ നിന്നും പെട്രോൾ അടിക്കാമെന്നാണ് കരുതിയത്. അങ്ങനെ പെട്രോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ ഫുൾ ടാങ്കായി ഓവർഫ്ലോ ആയിട്ടോ. എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ പെട്രോൾ പമ്പിലെ ചേട്ടൻ തന്നെ അതെല്ലാം ക്ലീനാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി എന്തെങ്കിലും കഴിച്ചിട്ടാകാം യാത്ര എന്ന് തീരുമാനിച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ് കേട്ടോ അത്. അവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന എല്ലാ ഫുഡ് ഐറ്റംസിലും ഇതുപോലെ നിറയെ ഏച്ചിയാണ്. അവരത് കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തതാണോ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും അവിടെ നിന്നൊന്നും കഴിക്കാൻ തോന്നിയില്ല. അങ്ങനെ വിശപ്പ് സഹിച്ച് ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് തീരുമാനിച്ചു. അമ്പല ദർശനം ഇതോടുകൂടി അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയും ഒരുമിച്ച് ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തോട് വിട പറയുന്നു.